Hi everyone, welcome to once. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അനാലിസിസിലെ മൊഡ്യൂൾ 3-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഒരു യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ലോങ് മാർക്കിന് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന യൂഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രക്ചറൽ അനാലിസിസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 3-യുടെ സിലബസ് ആണ് ഈ കാണുന്നത്. മൊഡ്യൂൾ 3-യുടെ സിലബസ് മെയിൻ 3 ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അതായത് ബേസിക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി, ഒരു സ്ട്രക്ചറിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് മെത്തേഡ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ അവിടെ ചോദിക്കുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. കാസ്റ്റിഗ്ലാനോസ് തിയറം എന്ന് പറയുന്ന ഒരു മെത്തേഡ്, മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദ മോഡ്യൂൾ പറയുന്നത് ഇതിനു വേണ്ടി, അതായത് അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ആണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആണ്. അതിൽ അനാലിസിസ് ഓഫ് ബീം, ഫ്രെയിം ആൻഡ് ട്രസ്, ഈ 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെയും അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു എസ്എ ക്വസ്റ്റ്യൻ എപ്പോഴും ഈ ഒരു ടോപ്പിക്കിൽ നിന്നായിരിക്കും, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അതിൽ തന്നെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഒന്നെങ്കിൽ ബീം ചോദിക്കാം, അല്ലെങ്കിൽ ഫ്രെയിം ചോദിക്കാം, അല്ലെങ്കിൽ ട്രസ് ചോദിക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് തിയറി പോർഷൻസ് ആണ് പറയുന്നത്. എന്നാലും അതിൻ്റെ എല്ലാം ജസ്റ്റ് ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്മോൾ മൈനർ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അതുപോലെ തന്നെ കുറച്ച് മൈനർ ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രോബബിൾ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വലിയ മാർക്കിന് അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിന് നമ്മൾ ഫസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് ഡു യു മീൻ ബൈ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. സ്ട്രക്ചറൽ അനാലിസിസിലെ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് എന്താണ്? നമുക്ക് മെയിൻലി 2 അപ്രോച്ചസ് ആണ് ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളത്. ആ 2 അപ്രോച്ചസ് ആയിരുന്നു ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസിന്റെ സിലബസ് 1ന്റെ സിലബസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോഴ്സ് മെത്തേഡ് മാത്രമാണ്. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്സ് എല്ലാം നമ്മൾ അതർ വേർഷൻസിൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ മെയിൻലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദാറ്റ് ഇസ് വെൻ the number of unknown forces is more than number of equilibrium equations available. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഫോഴ്സ് മെത്തേഡ്. ആൻഡ് ആ മെത്തേഡിനെ നമ്മൾ ഫോഴ്സ് മെത്തേഡ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അൺനോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് യൂസിങ് ദാറ്റ് ഫോഴ്സ് we'll be calculating, and that force will be calculated mainly using deflection. അപ്പോൾ ചോദിക്കാവുന്നത് ഫോഴ്സ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കാം. ഫോഴ്സ് മെത്തേഡിന്റെ കോമൺ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്ന 2 കോമൺ എക്സാമ്പിൾസ് ആണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡും കോളം അനലോഗി മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ് മെത്തേഡ്. ഫോഴ്സ് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് എത്ര ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം ബേസ്ഡ് ഓൺ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സിന് അല്ലെങ്കിൽ ലോഡിന് റിഡൻഡന്റ് ആയിട്ട് എടുക്കും. ദാറ്റ് ഈസ് വിൽ ബി ക്രിയേറ്റിംഗ് ദ പ്രൈമറി സ്ട്രക്ചർ ബൈ ചൂസിങ് എ റിഡൻഡന്റ് ഫോഴ്സ്. ദെൻ റിഡൻഡന്റ് ഫോഴ്സിനെ മാറ്റിയതിനു ശേഷം വിൽ ബി അപ്ലൈയിങ് ദ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ്, അതായത് ഡിഫ്ലക്ഷന്റെ ബേസ് ചെയ്തിട്ടുള്ള കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ദെൻ വിൽ ബി സോൾവിങ് and finding the value of the redundant forces. And redundant forces value കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ we will be analyzing the structure. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ ഫോഴ്സ് മെത്തേഡിന് ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഇത് തന്നെയാണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ. അപ്പോൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഇസ് an example of force method. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ വരച്ചു,
അതിൽ ഏതെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഒരു റിഡൻഡന്റ് ചൂസ് ചെയ്തു. ആ റിഡൻഡന്റ് നമ്മൾ റിമൂവ് ചെയ്ത് ഒരു ഫ്രീ സ്ട്രക്ചർ ആക്കി. ഫ്രീ സ്ട്രക്ചർ ആക്കിയതിന് ശേഷം നമ്മൾ റിഡൻഡന്റിന് പകരം ആ ഒരു റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരു പിക്ചോറൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേറ്റ്സ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇങ്ങനെ 3 രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണ്, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ദാറ്റ് ഇസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, എഫ് വൈ ഈക്വൽ ടു 0, എം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ കോമൺ ബീംസ് ആയ സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാൻഡിലിവർ ബീം, ഇതെല്ലാം 3 hinge ആർച്ച്, ഇതെല്ലാം സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഇനി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഈ പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ മാത്രം മതിയാവില്ല, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടേംസും കൂടി വേണ്ട, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഇക്വേഷൻ, കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷനും കൂടി വേണ്ട ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിന് വി കോൾ ഇറ്റ് ആസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ്. അതായത് അഡീഷണൽ ഇക്വേഷൻസ് ആർ റിക്വയർഡ് അപ്പാർട്ട് ഫ്രം ഇക്വിലിബ്രിയം ഇക്വേഷൻ. 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ കൂടാതെ കുറച്ച് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ, ഡിഫ്ലക്ഷന്റെ കണ്ടീഷൻസും കൂടി വേണ്ട ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സിനെയാണ് what we call it as statically indeterminate structure. അതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഫിക്സഡ് എൻഡ് ബീം, കണ്ടിന്യൂസ് ബീം, പ്രോപ്ഡ് കാൻഡിലിവർ ബീം. ഇതെല്ലാം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡിറ്റർമിനേറ്റ് എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാം, ഇൻഡിറ്റർമിനേറ്റ് എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ പോലെ ചോദിക്കാം. കമ്പാരിസൺ പോലെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ടേബിളൊക്കെ വരച്ച് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്സ് കിട്ടും. നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സോ ഒരു 3 പോയിന്റ് എങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. സോ ഫസ്റ്റ് വൺ ഇസ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അലോൺ ഇസ് സഫിഷ്യന്റ്. ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അലോൺ ഇസ് നോട്ട് സഫിഷ്യന്റ്. ദെൻ അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ക്രോസ് സെക്ഷൻ. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ഇറ്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദ ക്രോസ് സെക്ഷൻ. ദെൻ അത് അഡീഷണൽ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള പോയിന്റ് എഴുതാം. ഇത് എഴുതാം. കോമ്പാക്റ്റീവ് കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല ഡിറ്റർമിനേറ്റിൽ, ഇൻഡിറ്റർമിനേറ്റിൽ നമുക്ക് ആവശ്യമുണ്ട്. ജസ്റ്റ് 2 എക്സാമ്പിൾസും കൂടി സൈറ്റ് ചെയ്ത് വെച്ചാൽ യു ക്യാൻ ഗെറ്റ് ദ ഫുൾ മാർക്സ്. ഓക്കെ, ദെൻ അതുപോലെ ഞാൻ പറഞ്ഞു എന്താണ് ഡിറ്റർമിനേറ്റ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദിക്കാവുന്ന വേറൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. നമ്മൾ പറഞ്ഞു ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഉണ്ടെങ്കിൽ സ്ട്രക്ചർ ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. അപ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അവൈലബിൾ. അപ്പോൾ ഒരു സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അവൈലബിൾ. എത്ര അൺനോൺ ഫോഴ്സ് ഉണ്ട് അതിനകത്ത് മൈനസ് നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ഡെഫിനേഷൻ. വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ 1-2 എക്സാമ്പിൾസ് തന്നിട്ട് ഇതിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാനും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബീം തന്നിട്ടുണ്ട്. ഈ ബീം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ബീമാണ്. ഇവിടെ ഒരു റോളർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇവിടെയും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആണെങ്കിൽ അതിന് 3 റിയാക്ഷൻസ് ആണുള്ളത്. വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, മൊമെന്റ്. സോ ടോട്ടൽ 3 റിയാക്ഷൻസ് ആണ് there. ഒരു റോളർ ആവുമ്പോൾ there is only a vertical reaction, 1 reaction. ഇനി ഇവിടെയും ഒരു ഫിക്സഡ് എൻഡ് ആണ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, മൊമെന്റ്. സോ 3 റിയാക്ഷൻസ്. സോ ടോട്ടൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി DS എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ഇസ് 3 + 1 4 + 3 7 minus number of unknown forces, sorry, number of equilibrium equations available, that is 3. So the structure is a 4 degree indeterminate. ഇതുപോലെ വേണമെങ്കിൽ ഫ്രെയിം ചോദിക്കാം, അല്ലെങ്കിൽ ട്രസ്സും ചോദിക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രെയിം ആണ് നമ്മൾ നോക്കേണ്ടത്, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് കണ്ടീഷൻ, ഇത് ഫിക്സഡ് സപ്പോർട്ടാണ്. സോ 3, ഇതൊരു ഹിഞ്ച് സപ്പോർട്ടാണ്. സോ 2. സോ 3 + 2 is 5 minus number of equation available is 3, that is 2.
ഓക്കെ, ഇപ്പോൾ ഒരു ബീം ചോദിച്ചാലും ഒരു ഫ്രെയിം ചോദിച്ചാലും ബേസിക് കണ്ടീഷൻ ഉപയോഗിച്ച് തന്നെ വി ക്യാൻ കാൽക്കുലേറ്റ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ദെൻ ട്രസ്സിന്റെ കേസിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുന്നത് രണ്ട് ടേംസ് ആയിട്ടാണ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഇന്റേണൽ ഇൻഡിറ്റർമിനസി. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി. അതായത് നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസും നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസും വെച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഡിറ്റർമിനസിനെ വി കോൾ ഇറ്റ് ആസ് ഡിഗ്രി ഓഫ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി. ഇനി ഇന്റേണൽ ഇൻഡിറ്റർമിനസി ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടേക്കൺ ആസ് എം മൈനസ് 2j മൈനസ് 3. എം എന്ന് പറഞ്ഞാൽ ആ ട്രസ്സിന്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഇന്റേണൽ ഇൻഡിറ്റർമിനസി കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ, ഇതിന്റെ സമ്മിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ടോട്ടൽ ഇൻഡിറ്റർമിനസി. ഓക്കെ, ഇപ്പോൾ ഒരു ട്രസ്സിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇത് എന്ത് സപ്പോർട്ടാണ്? ഒരു ഫിക്സഡ് ഹിഞ്ച് സപ്പോർട്ടാണ്. സോ 2 ഇത് ഒരു ഹിഞ്ച് സപ്പോർട്ട് തന്നെയാണ്. സോറി, ഇത് റോളർ സപ്പോർട്ടാണ്. സോ 1. സോ 2 + 1 3. ദെൻ 3 - 3 ദാറ്റ് വിൽ ബി എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനസി. ഇനി ഇന്റേണൽ കണ്ടുപിടിക്കാനായിട്ട് n - 2j - 3. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ജോയിന്റ്സ്. അപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക, എത്ര ജോയിന്റ്സ് ഉണ്ടെന്ന് നോക്കുക, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റ് പോർഷൻ ഓഫ് ദ മോഡ്യൂളിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് തിയറി ക്വസ്റ്റ്യൻ. ഇനി ഈ മോഡ്യൂളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് പഠിക്കാനുണ്ട്. ആ തിയറംസ് എല്ലാം തന്നെ ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട് ബിയിലെ എസ്എ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറംസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിയറം ആണ് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം. അപ്പോൾ ഓൾറെഡി നമുക്ക് കഴിഞ്ഞ മോഡ്യൂളിൽ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം പഠിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ മോഡ്യൂളിൽ രണ്ടും കൂടി ചേർത്ത് ചോദിക്കാം. എക്സ്പ്ലെയിൻ കാസ്റ്റിഗ്ലിയാനോസ് തിയറം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം ഫസ്റ്റ് തിയറം ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്, സെക്കൻഡ് തിയറം തേർഡ് മോഡ്യൂളിലും പഠിക്കാനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് ഒന്നുകിൽ സെക്കൻഡ് മോഡ്യൂളിലോ അല്ലെങ്കിൽ തേർഡ് മോഡ്യൂളിലോ എവിടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറം എന്ന് മാത്രമേ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് വിൽ ബി ഗിവിംഗ് യു ദ വാല്യൂ ഫോർ ഡിഫ്ലക്ഷൻ. ഇതിനെയാണ് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത്. അതായത് സ്ട്രെയിൻ എനർജീനെ വിത്ത് റെസ്പെക്ട് ടു ലോഡ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് the deflection at particular point. ഓക്കെ, ഇതായിരുന്നു കാസ്റ്റിഗ്ലിയാനോന്റെ ആദ്യത്തെ തിയറം. ഓക്കെ, രണ്ടാമത്തെ തിയറം പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇഫ് യു ആർ കൺസിഡറിങ് ആൻ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ, ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ കൺസിഡർ ചെയ്തു, ഇവിടെയുള്ള ഒരു റിയാക്ഷൻ നമ്മൾ റിഡൻഡന്റ് റിയാക്ഷൻ ആയിട്ട് എടുത്തു. അതായത് ഇഫ് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് സ്ട്രെയിൻ എനർജി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ റിഡൻഡന്റ് ഫോഴ്സ്, നമ്മൾ എടുത്തിരിക്കുന്ന റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഇഫ് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഇതിനെയാണ് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം പറയുന്നത്. അതായത് ഒരു സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഡോ ബൈ ഡോ ആർ ബി, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഡോ യു ബൈ ഡോ പി എന്നും വേണമെങ്കിൽ എഴുതാം, ഈക്വൽ ടു 0. അതായത് വിത്ത് റെസ്പെക്ട് ടു ലോഡ് അല്ലെങ്കിൽ റിഡൻഡന്റ് ഫോഴ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 0. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? എക്സ്പ്ലെയിൻ തിയറം 1 and 2. അപ്പോൾ തിയറം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ പി ഇസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ലോഡ് ഇസ് ഡിഫ്ലക്ഷൻ. അതാണ് ഫസ്റ്റ് തിയറം. സെക്കൻഡ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ strain energy with respect to redundant forces 0 for a statically indeterminate structure. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ. അത് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അതിനൊന്നും കൂടി ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു ഫോമിലേക്കുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതാറുണ്ട്. ഇന്റഗ്രൽ ഓഫ് m ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഇൻറ്റു ഡി എക്സ് ബൈ ഇ ഐ ഈക്വൽ ടു 0. ഓക്കെ, ഈ ഡോ യു ബൈ ഡോ പി ഈക്വൽ ടു 0ന്റെ ഒരു മോഡിഫൈഡ് ഫോം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഞാൻ പറഞ്ഞു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആണ് ഈ മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എന്താണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അപ്പോൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ മെത്തേഡ് ബേസ്ഡ് ഓൺ ഡിഫ്ലക്ഷൻ കമ്പ്യൂട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എ റിഡൻഡന്റ് ഫോഴ്സ്. ഒരു റിഡൻഡന്റ് ഫോഴ്സിനെ വിത്ത് റെസ്പെക്ട് ആയിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്.
ഓക്കെ, ഫോർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അതിന്റെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ഫോഴ്സ് മെത്തേഡിൽ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെ. ദാറ്റ് ഈസ് വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വെച്ചിട്ട് വിൽ ബി ചൂസിങ് ദ നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സസ്. ഓരോരോ റിഡൻഡന്റ് ഫോഴ്സിനായിട്ട് റിമൂവ് ചെയ്യും. ദെൻ വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അറ്റ് പർട്ടിക്കുലർ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ചിലപ്പോൾ CDM എന്നായിരിക്കും പറയുന്നത്. ഈ മെത്തേഡിന്റെ ഷോർട്ട് ഫോം ആണ് CDM. ചിലപ്പോൾ ഈ ഒരു പേരായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഓർ CDM. ഓക്കെ, ഇനി അതാണ് നമ്മൾ ബീമിന് യൂസ് ചെയ്ത മെത്തേഡ്. ട്രസ്സിനാണെങ്കിൽ നമ്മൾ റിഡൻഡന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് R is equal to summation of PKL by AE divided by summation of K square L by A. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ട്രസ്സിന്റെ കേസിൽ നമ്മൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, വേണമെങ്കിൽ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ലാക്ക് ഓഫ് പ്രീ സ്ട്രെയിൻ, ഫിറ്റ്, ടെമ്പറേച്ചർ ചേഞ്ച്, സപ്പോർട്ട് സെറ്റിൽമെന്റ് എക്സെട്ര. അതായത് ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇന്റേണൽ ആയിട്ട് സ്ട്രെസ്സസ് കോസ് ചെയ്യുന്ന ചില ഏജൻസ് ആണ്. അതായത് ലാക്ക് ഓഫ് ഫിറ്റ് ആണെങ്കിലും, ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോഴാണെങ്കിലും, സപ്പോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോഴാണെങ്കിലും, ഇതെല്ലാം ആ ഒരു മെറ്റീരിയൽ, അതായത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ ഇന്റേണൽ സ്ട്രെസ്സസ് ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫോർമേഷൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, പ്രീ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഇനീഷ്യൽ ഡിഫോർമേഷൻ ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ഉണ്ടാവുന്ന ഇനീഷ്യൽ ഡിഫോർമേഷനെയാണ് നമ്മൾ പ്രീ സ്ട്രെയിൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ പറയുന്നത്. ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, അവിടെ ഉണ്ടാവുന്ന മിസ്മാച്ച് കാരണം, അതിന്റെ ഡയമെൻഷൻസിൽ ഉണ്ടാവുന്ന മിസ്മാച്ച് കാരണമാണ് ലാക്ക് ഓഫ് ഫിറ്റ് വരുന്നത്. ദെൻ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ വേരി ചെയ്യുന്ന അനുസരിച്ച് ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമ്പോൾ മെറ്റീരിയൽ പ്രോപ്പർട്ടി അനുസരിച്ച് ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് സപ്പോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു എനി റീസൺ നമ്മുടെ സപ്പോർട്ട് ആക്ച്വൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ എന്ത് റീസൺ കാരണം കൊണ്ടും ദർ ക്യാൻ ബി സം ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്പ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന എഫക്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണ്. ആദ്യത്തെ പ്രീ സ്ട്രെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനീഷ്യലി ആ ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്ന സ്ട്രെയിനെയാണ് പ്രീ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അത് മെയിൻലി ഡ്യൂ ടു മാനുഫാക്ചറിങ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ് പ്രീ സ്ട്രെയിൻസ് ഉണ്ടാവുന്നത്. ദെൻ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ അനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് വരും. അതായത് ഹൈ ടെമ്പറേച്ചർ ആവുമ്പോൾ ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു എക്സ്പാൻഷൻ, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു കോൺട്രാക്ഷൻ. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ സൈക്കിൾ നടക്കുന്ന അനുസരിച്ച് അവിടെ അഡീഷണൽ ആയിട്ടുള്ള തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ തെർമൽ സ്ട്രെസ്സസ് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ്, ദാറ്റ് ഇസ് ടോട്ടൽ ഡിഫോർമേഷൻ വിൽ ബി സമ്മേഷൻ ഓഫ് Δ1 plus Δ2. വെൽ ΔL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ലോഡ്, ഒരു ലോഡ് വരുമ്പോൾ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ ആണ് Δ1, ദാറ്റ് ഇസ് PL by AE. ആൻഡ് Δ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു തെർമൽ സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഡിഫോർമേഷൻ, ദാറ്റ് ഇസ് L alpha T. അപ്പോൾ ഇവർ രണ്ടുപേരുടെ സം എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ വേരിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി ലാക്ക് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു മെമ്പറിന് ഇപ്പം എന്തെങ്കിലും ഡയമെൻഷൻ ചേഞ്ച് ഉണ്ട്, അത് ഡ്യൂ ടു തെർമൽ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ടാവാം. ഒരു മെമ്പർ ഐദർ ടു ലോങ് അല്ലെങ്കിൽ ടു ഷോർട്ട് ആയിട്ടുള്ള കേസൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ദാറ്റ് ഇസ് represented in due to lack of fit. ആൻഡ് സപ്പോർട്ട് സെറ്റിൽമെന്റ് പറഞ്ഞ പോലെ തന്നെ ഡ്യൂ ടു എനി റീസൺ സപ്പോർട്ടിൽ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് എവിടെയെങ്കിലും ഇരുന്ന് പോവുക, അല്ലെങ്കിൽ ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ അത് ഡിസ്പ്ലേസ്ഡ് ആവുക, അതിനാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് സപ്പോർട്ട് സെറ്റിൽമെന്റ്. അതിന് മെനി ഏജൻസ് ഉണ്ടാവാം, സോയിൽ ഇറോഷൻ ആവാം, ഡൈനാമിക് ആയിട്ടുള്ള സോയിൽ ഫോഴ്സസ് ലൈക്ക് എർത്ത് ക്വിക്ക്, അങ്ങനെ എന്തെങ്കിലും റീസൺ കാരണം സപ്പോർട്ട് ആക്ച്വൽ പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് എഫക്റ്റ് ഓഫ് സപ്പോർട്ട് സെറ്റിൽമെന്റിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന മെയിൻ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് മെത്തേഡ് എന്താണ്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്, അതുപോലെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള 2 തിയറംസ് ആയിരുന്നു, കാസ്റ്റിഗ്ലാനോസ് തിയറം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ചോദിക്കാവുന്ന മെയിൻ ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്എ ക്വസ്റ്റ്യനിൽ ഒരു 90% ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അത് ബീമിന്റെ ആവാം, ഫ്രെയിമിന്റെ ആവാം, ട്രസ്സിന്റെ ആവാം. ഓക്കെ, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് കൂടാതെ നമുക്ക് ചില മൈനർ മെത്തേഡ്സ് ഈ മോഡ്യൂളിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിഗ്ലാനോസ് തിയറം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റിഗ്ലാനോസ് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, അതായത് നമുക്ക് സിലബസിൽ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അന്നത്തെ പ്രോബ്ലം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ എക്സാം ആണ്. അപ്പോൾ ഒരു പ്രീവിയസ് ഇത് നമുക്ക് റെഫർ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ബീമാണ് തന്നിരിക്കുന്നത്. മോസ്റ്റ് കേസസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഫിഗർ ആയിട്ട് തന്നില്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് പറയാറേ ഉള്ളൂ. ഈ ഒരു ബീമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോപ്ഡ് കാൻഡിലിവർ ബീം. അതായത് ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എൻഡ് ആയിരിക്കും, മറ്റേ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഹിഞ്ച്ഡോ അല്ലെങ്കിൽ റോളറോ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്. ഇങ്ങനെയുള്ള ബീമിനെയാണ് നമ്മൾ പ്രോപ്ഡ് കാൻഡിലിവർ ബീം. അതായത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ യൂസിങ് മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, നമ്മൾ പറഞ്ഞു ∂U/∂P = 0 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമ്മൾ വേറൊരു ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. 1/E integral of 0 to L m into ∂M/∂R into dx. m എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ്, അതിനെ വിത്ത് റെസ്പെക്ട് ടു റിയാക്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അടുത്തൊരു പാരാമീറ്റർ കണ്ടുപിടിക്കും. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പല സെക്ഷൻസ് കൺസിഡർ ചെയ്യുക. എത്ര പോർഷൻസ് ഉണ്ടോ ആ ബീമിന് അത്രയും നമ്പർ ഓഫ് സെക്ഷൻസ് കൺസിഡർ ചെയ്യും. ഓരോ സെക്ഷനിലും ഉള്ള മൊമെന്റും ∂M/∂R കണ്ടുപിടിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് BC CA എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷനിൽ എത്രയാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത് കണ്ടുപിടിക്കും, അതിന്റെ ∂M/∂R കണ്ടുപിടിക്കും. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ, അങ്ങനെ എത്ര നമ്പർ ഓഫ് സെക്ഷൻസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് സെക്ഷൻസ് എടുക്കും. ദെൻ we will be framing the equation like this. ആ ഇക്വേഷനിലേക്ക് ∂U/∂R എന്ന് പറയുന്ന ടേം, ദാറ്റ് ഈസ് 1/EI into integral 0 to L m നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മൊമെന്റ് മൾട്ടിപ്ലൈഡ് ബൈ അതിനെ വിത്ത് റെസ്പെക്ട് ടു റിഡൻഡന്റ് അല്ലെങ്കിൽ R ഡിഫറൻഷിയേറ്റ് ചെയ്ത ടേം. ഓക്കെ, ആ ടേം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടായിരിക്കും വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓക്കെ, സോ ഇതാണ് ഇവിടെ ചോദിക്കാവുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി യൂഷ്വലി ഞാൻ പറഞ്ഞു അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഫ്രം കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡാണ് നമുക്ക് ബീമുണ്ട് പഠിക്കാൻ, അതുപോലെ തന്നെ ഫ്രെയിം ഉണ്ട്, ട്രസ് ഉണ്ട്. ബീമും ഫ്രെയിമും ഫോളോ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയറാണ്. ട്രസ് ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉള്ളത്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് ഒരു കാൻറ്റിലിവർ ബീമാണ്. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ആ സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ് പ്രോപ്ഡ് കാൻഡിലിവർ ബീം ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്തായിരിക്കും, നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് അവൈലബിൾ. അത് വെച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എത്ര നമ്പർ കിട്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 എന്നാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സിന് റിഡൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്യും. 2 എന്നാണ് കിട്ടുന്നുണ്ടെങ്കിൽ 2 ഫോഴ്സിനെ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ എത്ര ഫോഴ്സുകൾ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സുകളെ ചൂസ് ചെയ്യുന്നു. നമ്മൾ റിഡൻഡന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യുന്നു, ഓരോ ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ലോഡ് ഉണ്ട് ഓരോ ലോഡിന്റെയും കറസ്പോണ്ടിങ് M/EI ഡയഗ്രാം വരയ്ക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഡ്രോ ദ M/EI ഡയഗ്രാം ഫോർ ഈച്ച് ലോഡ്. ഓരോ ലോഡിന്റെയും M/EI ഡയഗ്രാം വരയ്ക്കും. അതുപോലെ തന്നെ റിഡൻഡന്റ് ആയിട്ട് നമ്മൾ എടുത്ത ഫോഴ്സിന്റെയും M/EI ഡയഗ്രാം വരയ്ക്കും. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഓരോന്നും നമുക്കിപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ റിഡൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓരോ കേസിന്റെയും ആദ്യത്തെ ലോഡ് മാത്രമുള്ള M/EI ഡയഗ്രാം വരച്ചു. വിത്ത് റെസ്പെക്ട് ടു ആ പോയിന്റ് നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ അടുത്ത ലോഡ്, അങ്ങനെ എത്ര നമ്പർ ഓഫ് ലോഡ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ഇത് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിഡൻഡന്റ് ആയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തു, അതും നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ ഡിഫ്ലക്ഷൻ. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ലോഡ് കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷനും റിഡൻഡന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ലോഡ് കൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷനും ഈക്വൽ ആണ്, അല്ലെങ്കിൽ അതിന് രണ്ടിന്റെയും സമ്മ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റിഡൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിമൈനിങ് റിയാക്ഷൻസ്. അങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ഫോർ ബീംസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്ഡ് കാൻഡിലിവർ ബീം ആണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ആദ്യം DS കണ്ടുപിടിച്ചു. ദെൻ ഏതാണ് അതിന്റെ റിഡൻഡന്റ് ഫോഴ്സ് എന്നുള്ളത് ചൂസ് ചെയ്തു. നമ്മൾ
ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 കിട്ടിയതുകൊണ്ട് ഒരു റിയാക്ഷൻ റിഡൻഡന്റ് ആയിട്ട് എടുത്തു. നമ്മൾ VB ആണ് റിഡൻഡന്റ് ആയിട്ട് എടുത്തത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് കാൽക്കുലേഷൻ ഓഫ് DS, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ചൂസിങ് ദ റിഡൻഡന്റ്. അടുത്ത സ്റ്റെപ്പിൽ ഓരോ ലോഡും, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലോഡ് ഉണ്ട്, ഇവിടെ ഒരു ലോഡ് ഉണ്ട്. ഈ ഓരോ ലോഡിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള M/EI ഡയഗ്രാം വരയ്ക്കുക. M/EI ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡിവൈഡഡ് ബൈ EI. ഓക്കെ, ഓരോന്നിന്റെയും M/EI ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ തന്നെ റിഡൻഡന്റിന്റെയും M/EI ഡയഗ്രാം വരയ്ക്കുക. എല്ലാത്തിന്റെയും ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ദ റിഡൻഡന്റ് പോയിന്റ്. ഏത് പോയിന്റ് ആണോ റിഡൻഡന്റ് ആയിട്ട് എടുത്തത് അവിടെ വരെയുള്ള ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വിൽ ബി ഡ്രോയിങ് ദ M/EI ഡയഗ്രാം ഫോർ ഈച്ച് ലോഡ്. ആദ്യം ഫസ്റ്റ് ലോഡിന്റെ വരയ്ക്കും, ദെൻ സെക്കൻഡ് ലോഡിന്റെ വരയ്ക്കും, ദെൻ നമ്മൾ ചൂസ് ചെയ്ത റിഡൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സിന്റെ വരയ്ക്കും. 3 റിഡൻഡന്റ് വരച്ചു. ദെൻ വി വിൽ ബി സമ്മിങ് അപ്പ് ദ ഡിഫ്ലക്ഷൻ. ഈ 3 ഡിഫ്ലക്ഷനും കൂടി സം ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഫോർ റിഡൻഡന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു M/EI ഡയഗ്രാം ടിപ്പിക്കലി ഇരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഡയഗ്രാം ആയിരിക്കും. ഓക്കെ, ബിക്കോസ് വി ആർ ഡ്രോയിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. ഓക്കെ, ആൻഡ് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ ടോട്ടൽ റിയാക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ലോഡിന്റെ ഡിഫ്ലക്ഷൻ പ്ലസ് രണ്ടാമത്തെ ലോഡിന്റെ ഡിഫ്ലക്ഷൻ പ്ലസ് ഇസ് ഈക്വൽ ടു മൂന്നാമത്തെ റിഡൻഡന്റ് ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും സം ഈക്വൽ ടു 0. അങ്ങനെ റിഡൻഡന്റ് ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിമൈനിങ് അൺനോൺ ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ഇതാണ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തഡ് ഓൺ ബീം. അപ്പൊ മെയിൻലി 2 ടൈപ്പ് ഓഫ് ബീം ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു പ്രോപ്ഡ് കാൻഡിലിവർ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ബീം. കാരണം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് 1 ഡിഗ്രി ഇൻഡിറ്റർമിനേറ്റ് ആണ് ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 പോസിബിൾ ഉള്ളത്. ഫിക്സഡ് ചോദിക്കാം, പക്ഷേ ഫിക്സഡ് ഒരിക്കലും ഒരു 1 ഡിഗ്രി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ അല്ല. ഇറ്റ് ഈസ് മോർ ദാൻ 1. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് സ്റ്റെപ്സ് എഴുതി വെച്ച് ഇലസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് തരും എന്നാണ് സിലബസിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫ്രെയിം ആണ്. ഫ്രെയിമും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പല പല സെക്ഷൻസ് ആയിട്ട് എടുത്ത് ഓരോ സെക്ഷന്റെയും അവിടെയുള്ള. അപ്പൊ ആദ്യം തന്നെ ഇനീഷ്യലായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ആ സ്ട്രക്ചറിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എത്രയാണ് എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് റിഡൻഡൻസ് ഉണ്ട് എന്ന് ചൂസ് ചെയ്യും. ഓക്കെ, എത്ര നമ്പർ ഓഫ് റിഡൻഡൻസ് ഉണ്ട് എന്ന് നമ്മൾ ചൂസ് ചെയ്യും. ദെൻ റിഡൻഡന്റ് നമ്മൾ ചൂസ് ചെയ്തു. റിഡൻഡന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോരോ ആ ഫോഴ്സിനെ സപ്പോർട്ടിനെ റിമൂവ് ചെയ്തു. അവിടെ ഡിഫ്ലക്ഷൻസ് കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്കൊരു ടേബിൾ മെത്തേഡ്, ഫ്രെയിം ആയതുകൊണ്ട് കുറേ പോർഷൻസ് ഉള്ളത് കൊണ്ടും നമ്മളൊരു ടേബിൾ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ആ ഫ്രെയിമിന്റെ ഓരോരോ പോർഷൻസ്, ആ ഓരോ പോർഷൻസിലുള്ള വാല്യൂസ് നമ്മളൊരു ക്യാപിറ്റൽ M എന്ന് പറയുന്ന അതിന്റെ ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കും. സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂണിറ്റ് ലോഡ് ഈ പറയുന്ന റിഡൻഡന്റ് പോയിന്റ്സിൽ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന മൊമെന്റിനെയാണ് സ്മോൾ ലെറ്റർ M എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ആൻഡ് റിഡൻഡന്റ് കാരണമുള്ള ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ദ റിഡൻഡന്റ് ഫോഴ്സ് RD മൾട്ടിപ്ലൈഡ് ബൈ സ്മോൾ ലെറ്റർ M². ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്തിന് ഈ പറയുന്ന ബീമിനും ഫ്രെയിമിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീമോ ഫ്രെയിമോ, യൂഷ്വലി ഒരു ബീം ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫ്രെയിം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ എപ്പോഴും ബീം അല്ലെങ്കിൽ ട്രസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഓക്കെ, ബീമിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ട്രസ് ആണ്. അതായത് നിങ്ങളുടെ പഴയ സ്കീം നോക്കുകയാണെങ്കിൽ 19 സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അവർക്കും ഈ സെമ്മിൽ സ്ട്രക്ചറൽ അനാലിസിസ് പരീക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് ചോദിച്ചത് ഒരു ട്രസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ട്രസ് തന്നെയാണ് ആസ് കമ്പയർഡ് ടു ബീം ഓർ ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ ട്രസ്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതാണ് തന്നിരിക്കുന്നത് ട്രസ്സിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ആദ്യം അതിന്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താണ് കണക്കേണ്ടത്, ഏതാണ് നമ്മൾ റിഡൻഡന്റ് എന്ന് ചൂസ് ചെയ്യുന്നു. റിഡൻഡന്റ് ഫോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിഡൻഡന്റ് ഫോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് തന്നിരിക്കുന്ന ഗിവൺ ലോഡിംഗ് കണ്ടീഷൻസ് വെച്ചിട്ട് വിൽ ബി കാൽക്കുലേറ്റിംഗ് എ വാല്യൂ വാട്ട് ഇസ് കോൾഡ് P. അത് മെമ്പർ ഫോഴ്സ് P കണ്ടുപിടിക്കും. ഓരോ പോയിന്റിലുള്ള മെമ്പർ ഫോഴ്സ് P എന്താണെന്ന് നമ്മൾ തന്നിരിക്കുന്ന ഗിവൺ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, എല്ലാ തന്നിരിക്കുന്ന എക്സ്റ്റേണൽ ലോഡുകളെയും നമ്മൾ റിമൂവ് ചെയ്യും. എല്ലാ എക്സ്റ്റേണൽ ലോഡുകളെയും റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എവിടെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് ഉള്ളത് ആ റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ ഒരു റിയാക്ഷൻ കൊടുക്കും. അത് ചിലപ്പോൾ ഒരു മെമ്പർ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു
സപ്പോർട്ടിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. അവിടെ നമ്മളൊരു റിഡൻഡന്റ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ യൂണിറ്റ് ലോഡ് കൊടുക്കും. അതാണ് നമ്മൾ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് യൂണിറ്റ് ലോഡാണ് കൊടുക്കുന്നത്. അത് വെച്ചിട്ട് വിൽ ബി കാൽക്കുലേറ്റിംഗ് ഓൾ ദ മെമ്പർ ഫോഴ്സസ് കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൻ തന്നിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെമ്പർ ഫോഴ്സിനെ നമ്മൾ പി എന്ന് വിളിച്ചു. അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെമ്പർ ഫോഴ്സുകൾ നമ്മൾ കെ എന്ന് വിളിച്ചു. അപ്പോൾ പി കണ്ടുപിടിച്ചു, കെ കണ്ടുപിടിച്ചു. ദെൻ redundant force is calculated as summation of PKL summation of PKL divided by, ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ, summation of PKL divided by AE divided by summation of K square L divided by A. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ റിഡൻഡന്റ് ഫോഴ്സ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ P എന്ന് പറയുന്നത് അവിടുത്തെ മെമ്പർ ഫോഴ്സ് ആണ് ബൈ ദ ഗിവൻ ലോഡിംഗ് കണ്ടീഷൻ. K എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു യൂണിറ്റ് ലോഡ് റിഡൻഡന്റ് ആയിട്ട് ചൂസ് ചെയ്ത പോയിന്റിൽ വെച്ചതിന് ശേഷം അവിടെ കിട്ടുന്ന മെമ്പർ ഫോഴ്സ് ആണ് K എന്ന് പറയുന്നത്. L എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിന്റെയും ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറിന്റെയും ഏരിയ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെമ്പറിന്റെയും യങ്സ് മോഡുലസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ദ റിഡൻഡന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പം അങ്ങനെ റിഡൻഡന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആണ് ട്രസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രസ് പറഞ്ഞു. അപ്പോൾ ട്രസ് തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ട്രസ് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ട്രസ്സും ഒരു കാൻഡിലിവർ ട്രസ്സും. അപ്പോൾ ഈ കാണുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ട്രസ് ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ട്രസ് എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു കാൻഡിലിവർ ട്രസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നത് പോലത്തെ ഒരു ട്രസ് ആണ് കാൻഡിലിവർ ട്രസ്. ഇവിടെയും ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. നമുക്ക് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ട്രസ് എന്ന് കിട്ടും. സോ വിൽ ബി ഗെറ്റിംഗ് എൻ ഇൻഡിറ്റർമിനേറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അത് റിഡൻഡന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഗിവൻ ലോഡിംഗ് കണ്ടീഷൻ വെച്ചിട്ട് പി ഫോഴ്സുകൾ എല്ലാം കണ്ടുപിടിക്കുക. ദെൻ അവിടെ എവിടെയാണോ റിഡൻഡന്റ് എടുത്തത് അവിടെ ഒരു യൂണിറ്റ് ലോഡ് കൊടുത്തിട്ട് കെ ഫോഴ്സുകൾ എല്ലാം കണ്ടുപിടിക്കുക. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് the things. Okay, അപ്പോൾ അത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. നമുക്ക് ഇനി ഈ പ്രാവശ്യം നമുക്ക് തന്നിരുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മോഡ്യൂളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പാർട്ട് എയിൽ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ് അപ്രോച്ച് ഇൻ സ്ട്രക്ചറൽ അനാലിസിസ്. സ്ട്രക്ചറൽ അനാലിസിസിൽ ഫോഴ്സ് അപ്രോച്ച് അല്ലെങ്കിൽ ഫോഴ്സ് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ find out the reactions of probed cantilever beam subjected to UDL. ഓക്കെ, അതായത് ഒരു പ്രോബ്ഡ് കാൻറ്റിലിവർ ബീമിന്റെ മുകളിൽ UDL വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. അപ്പം അതിന് വേണ്ടി ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു യു ക്യാൻ യൂസ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അത് വെച്ചിട്ട് അവിടുത്തെ റിയാക്ഷൻ റിഡൻഡന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രയും വലിയൊരു ക്വസ്റ്റ്യൻ 3 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പാർട്ട് ബിയിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് യൂസിങ് സെക്കൻഡ് കാസ്റ്റിഗ്ലാനോസ് തിയറം അനലൈസ് എ ബീം. ഒരു ബീമിനെ തന്നിരിക്കുന്ന ഒരു പ്രോബ്ഡ് ആയിട്ടുള്ള കാൻറ്റിലിവർ ബീമാണ്. അതിനെ സെക്കൻഡ് കാസ്റ്റിഗ്ലാനോസ് തിയറം വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ. ദാറ്റ് ഇസ് ഡോ യു ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ആ ഒരു സെയിം ഫിഗറിനെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അതായത് ട്രസ്സിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നില്ല, എല്ലാം ബീമിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്സ് അല്ല, ആക്ച്വലി അതൊരു കുറച്ചുകൂടി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി 3 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റിയാക്ഷൻ മാത്രം കണ്ടുപിടിച്ച് യു ക്യാൻ മൈൻഡ് ഇറ്റ് അപ്പ്. എന്താണ് റിയാക്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റിഡൻഡന്റ് ചൂസ് ചെയ്യുക, റിഡൻഡന്റ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് ബാക്കിയുള്ള സപ്പോർട്ട് റിയാക്ഷൻസും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ വിൽ ബി ഫ്രം കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ, അതർ വിൽ ബി ഫ്രം സ്ട്രെയിൻ എനർജി മെത്തേഡ് അല്ലെങ്കിൽ കാസ്റ്റിഗ്ലാനോസ് തിയറം വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്കൊരു മൊഡ്യൂൾ 3 ഒരു ബേസിക് ഔട്ട്ലൈൻ പറഞ്ഞാലുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുക. ഓക്കെ, താങ്ക് യു.